ഏതായാലും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ലോകം വല്ലാത്തൊരു സംഘർഷത്തിലായിരുന്നു. കാരണം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ ഇന്ന് രാത്രിയോടുകൂടി ഞാൻ തീർക്കുമെന്നാണ് പറഞ്ഞത്. അവരുടെ സംസ്കൃതി, അവരുടെ സംസ്കാരവും അവരുടെ രാജ്യവും എല്ലാം ഞാൻ തീർക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി അമേരിക്കൻ സമയം 8 മണിക്ക് ഇറാൻ്റെ അന്ത്യമാണെന്നാണ് പറഞ്ഞത്. ഏതായാലും പിന്മാറിയിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് തൽക്കാലം തടി ഊരി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മളായിട്ട് അന്ത കമ്മിൽ ഉണങ്ങി പറയും. അതെ, അത് മനസ്സിലാക്കിയിട്ടാണോ ട്രംപ് പിന്മാറിയത്? അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ട്രംപ് പിന്മാറിയതിൽ ഏറ്റവും അധികം ആശ്വസിക്കുന്നത് ട്രംപ് തന്നെയായിരിക്കും. ആണ്. എങ്ങനെ ഞാൻ ഇതിനകത്തൊന്ന് ഒരു തല വലിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചൈനയും പാകിസ്ഥാനും ഇടപെട്ടിട്ടാണ്. പാകിസ്ഥാൻ പറയുന്നു അവർ പറഞ്ഞിട്ടാണ്, ചൈന പറയുന്നു അവർ പറഞ്ഞിട്ടാണ്. എന്താണെങ്കിലും ശരി ട്രംപാണ് ഇത് ആഗ്രഹിച്ചത്, ഇറാൻ അല്ല. ഈ പിന്മാറ്റം ആഗ്രഹിച്ച ട്രംപാണ്, ഇറാനല്ല. പക്ഷേ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ 10 ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ആണവ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുവദിക്കണമെന്നാണ്, മുന്നോട്ട് പോകുമെന്നാണ്. അതെ, ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനല്ല, ഞങ്ങൾക്ക് ഈ ആണവ ഊർജം കൊണ്ടുള്ള മറ്റു കാര്യങ്ങളില്ലേ, ഇപ്പൊ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം, പിന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അമേരിക്ക ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അവരെല്ലാം ചെയ്യുന്നുണ്ട്. അതെ, അപ്പം അതാണ് അവർ വെച്ചിരിക്കുന്ന ഒരെണ്ണം. പിന്നെ അവിടെ പോയതിന്റെ അമേരിക്ക ഇട്ട ബോംബിന്റെയും അമേരിക്ക നശിപ്പിച്ച എണ്ണക്കിണറിന്റെ എല്ലാം കാശ് അമേരിക്ക തിരിച്ചു. പക്ഷേ ഇത്രയും ഈ 10 വ്യവസ്ഥ ഉള്ളപ്പോഴും ഇതിന് ചർച്ചയാകാമെന്ന് പറഞ്ഞിരിക്കുന്നു ട്രംപ്. ഇത് ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും അതായത് ഇറാൻ്റേതായിട്ടുള്ള അവർ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിക്കുന്ന വിധത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. അതെ, മാത്രമല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയെങ്കിലും തൽക്കാലം കാരണം അമേരിക്കയിലെ ജനങ്ങൾ ഇവിടെ ട്രംപിനെതിരായി. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ നിശബ്ദതയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം പ്രതികരിക്കുന്ന കാര്യം, അദ്ദേഹം അടുത്ത പ്രസിഡന്റ് ആവാൻ കാത്തിരിക്കുന്ന ആളാണ്. ഇതിൽ കൊണ്ട് തലവെച്ച് കൊടുത്താൽ അടുത്ത ഇലക്ഷൻ നയിക്കുമ്പോൾ അയാൾ തോറ്റു പോകുന്നതൊക്കെ നന്നായിട്ട് അറിയാം. ആരും കൂടെ ഇല്ല എന്നുള്ള കാര്യം ട്രംപിന് മനസ്സിലായി. അപ്പം ഈ പറഞ്ഞ 10 നിർദ്ദേശങ്ങൾ പറയുമ്പം അതിനകത്ത് ഹിസ്ബുള്ളയെ തുടരുതെന്നുണ്ട്. അതായത് പശ്ചിമേഷ്യൻ മേഖലയിലെ മുഴുവൻ സംഘർഷവും നിർത്തണമെന്നാണ്. ഇസ്രായേലും നിർത്തണം, പാലസ്തീനും നിർത്തണം, ഈ ലെബനനും നിർത്തണം, എല്ലാവരും നിർത്തിക്കോണം. പശ്ചിമേഷ്യൻ മേഖല സംഘർഷരഹിതമാണോ എന്നാണ് അവർ ഒരു ഡിമാൻഡ്. ഈ ഒരു 2 ആഴ്ച സമയമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള നല്ലൊരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും നമ്മള് ട്രംപ് അനുസരിക്കും. നേരത്തെ ഇയാൾ എങ്ങനെ മെരുക്കുമെന്നുള്ളതായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ജഗദീഷിന്റെ ഒരു സിനിമയാണോ, ജഗദീഷ് വീട്ടിൽ ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ പുള്ളിയെ ചോറുണ്ണാൻ വിളിക്കുകയാണ്. ഉടനെ പുള്ളി ചോദിക്കുന്നുണ്ട് എന്താ കറി. അപ്പോൾ ഉടനെ പെങ്ങൾ പറയുന്നത് മുരിങ്ങക്കോലും ചെമ്മീനും കൂടി ഇട്ട് പച്ചമാങ്ങ അരച്ച് വെച്ച കറിയാണ്. അതാണോ, എന്നാ കഴിക്കാം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ട്രംപ്. നമ്മളിപ്പോൾ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അവൾ സമ്മതിക്കും. പക്ഷേ ഇന്നലെ ഈ ഇറാൻ നടത്തിയൊരു നീക്കം ശരിക്കും പറഞ്ഞാൽ ആ നീക്കത്തെ നമുക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അമേരിക്ക ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇവരുടെ വൈദ്യുത നിലയങ്ങളും ഇവരുടെ പവർ സ്റ്റേഷൻ എല്ലാം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവരാ നാട്ടുകാരോട് ആഹ്വാനം ചെയ്തു. ആദ്യം പുറത്തു വന്ന വാർത്തകളിൽ കവചം തീർത്ത് അത് യുവാക്കൾ ഇറങ്ങാനാണ് പറഞ്ഞതെന്നാണ് നമ്മളൊക്കെ അങ്ങനെ വാർത്ത കൊടുത്തത്. പിന്നീടാണ് അറിയുന്നത് അങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും കൂടെ വരാൻ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇവരെ ആക്രമിക്കാൻ പറ്റും. അവർക്ക് വന്നു, അവർ കൊടിയിലും പിടിച്ചാൽ അവിടെ നിൽക്കുകയാണ്. ഇവരെ ആക്രമിക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ മാറിപ്പോ എത്രയും പേര് കൊല്ലപ്പെടില്ല. അത് സ്ത്രീകളെയും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണം UN ലോകരാഷ്ട്രങ്ങൾ മൊത്തം അമേരിക്കക്കെതിരെ തിരിയും. യുദ്ധക്കുറ്റമാണ്. ട്രംപ് യുദ്ധക്കുറ്റവാളിയാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ട്രംപിന് മനംമാറ്റം വന്നത്. അത് മാത്രമല്ല, എങ്ങനെയും തലവലിക്കണം ഇയാൾക്ക്. അതിനാണ് ഈ അന്ത്യശാസനം കൊടുത്ത് പേടിപ്പിക്കുന്നത്. ഈ അന്ത്യശാസനം കൊടുത്ത് പേടിപ്പിക്കുമ്പം ഇറാൻ എന്തായാലും തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം ലോകരാഷ്ട്രങ്ങൾ പേടിച്ച് വന്ന് ട്രംപിനോട് അയ്യോ ട്രംപേ ചെയ്യല്ലേ എന്ന് പറയും. അതാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ട്രംപ് പറഞ്ഞ നിങ്ങളൊക്കെ ഇപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞ ഊണിന്റെ കഥ പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ സംശയിച്ചിരുന്നത്. ഇപ്പോൾ അമേരിക്ക സംബന്ധിച്ചിട്ട് ഇസ്രായേൽ സമ്മതിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചു. കാരണം ഇന്നലെയൊക്കെ തന്നെ ഇസ്രായേൽ കിരിയത്ത് ഷമോണിലേക്ക് എല്ലാം ഇവർ മിസൈൽ അയച്ചു ഇറാൻ. ഇന്നലെ ഈ റെയിൽവേ ട്രാക്ക് തകർത്തു എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അമേരിക്ക ഇന്നലെ ചെറിയ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഇതാണ് ഈ എണ്ണ കിണറൊക്കെ അവർ ആക്രമിച്ചിരുന്നു. പക്ഷെ എന്ന് വെച്ച് വലിയ തോതിലുള്ള ആക്രമണം ആയിരുന്നില്ല. ഒരു ഇൻട്രോ ആയിരിക്കും, തുടക്കത്തിലൊന്ന് കാണിച്ചു കൊടുത്തായിരിക്കും. പക്ഷേ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ട്രംപ് ആകെ പരാജിതനായി നിൽക്കാമെന്നുള്ള പറയേണ്ടി വരും. കാരണം പണ്ട് വിയറ്റ്നാമിൽ ഇപ്പോൾ ഇടപെട്ടതുപോലെയും അങ്ങനെ പലയിടത്തും അഫ്ഗാനിസ്ഥാനിലൊക്കെ ചെന്ന് അമേരിക്കൻ കഴുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചിട്ടുള്ളത്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി ഇറാൻ. നമ്മൾ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. നമ്മുടെ ഇറാനെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും ഇഷ്ടപ്പെടില്ല. അതാണ് വേറൊരു കാര്യം. അവരുടനെ നമ്മൾക്കെതിരെ പിന്നെ കമൻറ്റുമായി വരും.
നിങ്ങൾ ഇറാൻ മത രാഷ്ട്രമാണ്, തീവ്രവാദികളാണ്, നിങ്ങൾ ഇറാന് വേണ്ടി സംസാരിക്കുന്നു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും അവിടെയും ജനങ്ങളല്ലേ ഉള്ളത്. അവിടെ ഇതൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുള്ള കുറച്ച് മനുഷ്യരുള്ളൂ, ബാക്കി ഭൂരിപക്ഷം സാധാരണ ഈ മനുഷ്യർ. മതരാഷ്ട്രമാണ്, ശരിയാണ്, മത നേതാക്കളാണ് ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനങ്ങളില്ലേ, ജനങ്ങളും കുട്ടികളും ഉണ്ടല്ലോ. അല്ല, മാത്രമല്ല നമ്മൾ ഒരേ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. നമ്മൾ അവരുടെ മറ്റു നിലപാടുകൾ നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല. എന്തിനു പറയുന്നു, നമുക്ക് ഇത്രയും പിന്നെ നമ്മുടെ ഇന്ധനവും ഗ്യാസും എല്ലാം കടത്തിവിടാൻ ഹോർമസ് കടലിൽ 8 കപ്പലാണ് കഴിഞ്ഞ ഒറ്റ ആഴ്ച കൊണ്ട് കടന്നു പോയത് അതിലെ ഇന്ത്യ. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഗ്യാസിന് ബുക്ക് ചെയ്ത് ഇന്ന് ഗ്യാസ് വരുമെന്ന് ആരും മെസ്സേജ് വന്നു. അതെ, അപ്പം അത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര ബന്ധമാണ്. അത് ഹോർമോസ് ഇപ്പം തുറന്നു കൊടുത്തല്ലോ, തുറന്നു കൊടുത്തോടെ എണ്ണവില കുറഞ്ഞു. അപ്പൊ ഇനിയുള്ള പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടി എണ്ണവില കുറയ്ക്കുമോ എന്നുള്ളതാണ്. എണ്ണവില മാത്രമല്ല, ഹോട്ടലിലെ വില കൂട്ടി. അത് വലിയ വൃത്തികേടല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചായക്ക് വില കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൃത്തികെട്ട പരിപാടി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വളരെ വിചിത്രമായ ഒരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് എന്തൊരു കോമാളിയാണെന്നാണ്. കാരണം അയാളൊരു ബോർഡ് ഓഫ് പീസ് സ്ഥാപിച്ച് ലോകത്ത് സമാധാനം കൈവരിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഈ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ട്രംപ് തന്നെയാണ് ഈ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പറഞ്ഞു. അയാൾക്ക് തലയ്ക്ക് വെളിവില്ല, അതാണ് സത്യം പറഞ്ഞ. പ്രായം കഴിഞ്ഞില്ലേ, പ്രായം കഴിഞ്ഞ് പിന്നെ ജൽപ്പനങ്ങളാണ്. നമ്മുടെ ഇവിടെ പിണറായി വിജയൻ ഓരോന്ന് പറയുന്ന പോലെ മെനിഞ്ഞാന്ന് ഇറാനെ എതിരെ അയാളുടെ മെസ്സേജ് പച്ചത്തെ അസീലോന്റെ നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്നത് ആരെങ്കിലും ഇമാതിരി ഭാഷയിൽ ഏതെങ്കിലും മെസ്സേജ് അയക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവൻ. പിന്നെ ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രത്തലവനാണ് ഒരു ചന്തപ്പിള്ളാരിടുന്ന പോലുള്ളൊരു മെസ്സേജ് ഭാഷയിൽ ഇടുക എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ എതിരാളി നമ്മൾ എപ്പോഴും ആദരിക്കണം. നമ്മൾ എതിരാളി തന്നെയാണെങ്കിൽ പോലും നമ്മൾ മര്യാദയ്ക്ക് മാന്യമായിട്ട് പെരുമാറണം. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകൾ കാണുമ്പോഴേ അതിനകത്ത് എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദമാണ് അത്. അതെ അതെ, അതാണ് അവരുടെ ഒരു നാടൻ ഭാഷയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചില പദങ്ങൾ ഇപ്പം സിനിമയിൽ വന്നപ്പം ആ പദത്തിന് എന്താ പറഞ്ഞ ഉന്നത കുല ജാതസ്ഥാനം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അച്ഛനും മക്കളും ഒക്കെ കൂട്ടിരുന്ന് കാണുമ്പോൾ ഈ പദം പറഞ്ഞ ഒരു വിഷയമില്ല. പല പദങ്ങളും തെറിയായിട്ടുള്ള പല പദങ്ങളും നമ്മുടെ നിഘണ്ടുവിൽ നല്ല അർത്ഥത്തിൽ അല്ലെങ്കിൽ ട്രോളന്മാർ ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ള വന്നിട്ടുണ്ട്. പക്ഷെ അത് പഴമക്കാർക്കൊന്നും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പം ഇത് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത് വരട്ടായിരുന്നല്ലോ, നിരന്തരമായി വരട്ടായിരുന്നല്ലോ. മാത്രമല്ല ട്രംപിന് ഒരു കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു സ്ഥിരതയില്ല ഒരു കാര്യത്തിൽ. തലയ്ക്ക് വെളിവില്ല. അതാണ് ഇപ്പം പറയുന്നതല്ല. ഇടയ്ക്ക് വേറൊരു എന്തൊരു അന്ധശാസനം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു അവസാന സമയം എടുത്തപ്പോൾ ട്രംപ് വീണ്ടും സമയം നീട്ടാന്ന് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കാൻ. ആദ്യം ഒരു 48 മണിക്കൂർ പറഞ്ഞു. ഇത് പറഞ്ഞ കുറേ ആൾ പോയി വെടിവെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് 2 പ്ലെയിൻ അടിച്ച് അവന്മാർ താഴെ ഇട്ടത്. അതിട്ട് ആൾ ഒരു പൈലറ്റിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ആകെപ്പാടെ കഷ്ടപ്പെട്ടില്ല. മാത്രമല്ല പൈലറ്റിനെ എടുക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ട് 2 വിമാനം കത്തിച്ചിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ വെരുട്ടുകൾ മാത്രമാണ് നടന്നത്. ഈ വെരുട്ടുകളെല്ലാം പുള്ളി ഇറാനെതിരെ അല്ല നടത്തിയത്. മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ട് ഞങ്ങളെ ഈ കെണിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാളായതുകൊണ്ട് പലരും ഇടപെട്ടതുമില്ല. ഇടപെടുന്ന ഒരു അന്തസ് കണ്ട് ഈ മാതിരി ഭാഷയെ സംസാരിക്കുന്ന ഈ തോന്നിയ പോലെ ഓരോ മിനിറ്റ് വെച്ച് നിലപാട് മാറ്റിക്കണം ഒരാളുടെ അടുത്ത് എങ്ങനെ ചർച്ചയ്ക്ക് പോകും? അതാണ് പലരും പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ, അദ്ദേഹം ഇടപെട്ടാൽ പ്രശ്നം തീരുന്നതൊക്കെയാണ്. നരേന്ദ്രമോദി ഇടപെട്ടാൽ ഒരു പക്ഷേ ഇസ്രായേലോ അല്ലെങ്കിൽ മറ്റേ ഇറാനൊക്കെ സമ്മതിക്കുമായിരിക്കും. ഇയാൾ ആരും സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ല, നമ്മൾ നോബൽ സമ്മാനത്തിന്റെ പുള്ളിയുടെ പേരുദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ലാതിരിക്കുകയാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർത്ത ഞാനാണ്, താനല്ല ഞങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ട്രംപ് തല വലിച്ചൂരി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ പറയുന്ന 10 ദിവസമല്ല, ഇനി ആ പുള്ളി ആ വഴി കൂടെ പോകത്തില്ല. മാത്രമല്ല ഈ ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് സത്യം പറഞ്ഞാൽ ഇറാനിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, എല്ലാം നിലപാടെങ്കിൽ പോലും കൃത്യമായ പണി അവർ തിരിച്ചു കൊടുത്തു. നിങ്ങൾ ലോക പോലീസൊന്നുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് ഇറാൻ പോലുള്ള ഒരു രാജ്യം, അത്രയും ശക്തമല്ലാത്തൊരു രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്തതിലൂടെ ഏതായാലും അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്.